വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തും കുറച്ച് പേര് പള്ളിയുടെ മുറ്റത്തും റോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഖതീബ് ഖുതുബയൊക്കെ ഓതി കഴിഞ്ഞ് ജുമയുടെ നിസ്കാരം തുടങ്ങാൻ നേരത്ത് കൈ കെട്ടുന്ന സമയത്തായിരിക്കും ഈ ആളുകളൊക്കെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഓടിക്കയറി പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ പള്ളി കയറി വരുന്ന സമയത്തുള്ള ഒളു എടുക്കലിൽ കുറെ പേരുടെ ഒളുവേ ശരിയാവില്ല, കുറെ പേരുടെ ഒളുവിൽ ഒരുപാട് സുന്നത്തുകൾ ചെയ്തിട്ടുണ്ടാവില്ല, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒളു എടുക്കാൻ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒളുവിന്റെ പരിപൂർണ്ണ രൂപവും നമ്മളൊക്കെ ഒളു എടുക്കുമ്പോൾ വരുന്ന ഒരുപാട് തെറ്റുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വുളൂഇൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സുന്നത്തുകളെ കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു ABS ടോക്സ്. വുളൂഇന്റെ ഒന്നാമത്തെ സുന്നത്ത് എന്താന്ന് നോക്കാം. ഒന്നാമത്തെ സുന്നത്ത് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് വുളൂ ചെയ്യുക എന്നതാണ്. ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് വുളൂ ചെയ്യൽ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ഇരുന്നു കൊണ്ട് വുളൂ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് മുൻകൈ കഴുകുക എന്നുള്ളതാണ്. ഈ മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത്? വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുകയാണ് എന്നുള്ള നെയ്യത്തോട് കൂടിയിട്ട് മുൻകൈ കഴുകുക. മുൻകൈ കഴുകുമ്പോൾ അഊദ് ഓതൽ സുന്നത്താണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലലും സുന്നത്താണ്, അതിനുശേഷമുള്ള ദിക്റുകൾ ചെല്ലലും സുന്നത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പള്ളിയിലേക്ക് വന്ന നേരെ ഉടനെ എന്താ ചെയ്യേണ്ടത്? ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് ഓതു കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓതു കൊടുക്കുക. പണ്ടൊക്കെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് ഓതു കൊടുക്കാനും ഇരുന്ന് ഓതു കൊടുക്കാനൊക്കെ ഉള്ള കല്ലുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫെസിലിറ്റീസ് ഒക്കെ കൂട്ടി പള്ളികളൊക്കെ ഒന്ന് വിപുലീകരിച്ച് കഴിഞ്ഞപ്പോൾ സൗകര്യത്തിനനുസരിച്ച് പള്ളി ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് നിന്ന് ഓതു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അതുപോലെ നിന്ന് ഓതു കൊടുക്കുന്ന ഹൗളുകളും പൈപ്പുകളൊക്കെ ആയി. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാതായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത എഞ്ചിനീയർമാരും പള്ളി കമ്മിറ്റിക്കാരൊക്കെ വന്നിരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പല സുന്നത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒളുവിനെ കുറിച്ചല്ല, നമ്മൾ ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് പണ്ടത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും മുണ്ടെടുത്തുകൊണ്ട് വരുന്നത് കാരണം പള്ളിയിലെ ടോയ്ലറ്റിൽ രണ്ട് സൈഡിലും ഒരു മറയുണ്ടെങ്കിൽ അതിന്റെ ഇടയിലിരുന്ന് ടോയ്ലറ്റ് സുഖമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും പാൻസ് ആണ് ധരിക്കുന്നത്. പാന്റ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആള് അങ്ങനെ ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. അങ്ങനെ ഇരുന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ അയാളുടെ ഔറത്ത് വെളിവാ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആളുകൾക്കും ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൽ ഒരു മറയും കൂടി ചെറിയ ഡോറും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ പാന്റ് ധരിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഇരുന്നുകൊണ്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിനക്ക് ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല, നിങ്ങൾ നേരെ ചെന്ന് നിന്ന് മൂത്രമൊഴിച്ചെന്ന് പറയുന്ന ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ആരാധനാലയത്തിന് ചേർന്നല്ല. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ആരാധന തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനേ പാടില്ല. അത് കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ പള്ളികളിലേക്ക് ആ ഒരു രീതിയിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ നേരെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ഒളു എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കി അങ്ങനെ ഇരുന്നു കൊണ്ട് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് ഒളു എടുക്കുകയാണ്. ഇരുന്ന് ഒളു എടുക്കുന്നതിനൊക്കെ നമ്മൾ ആദ്യമായിട്ട് മുൻകൈ കഴുകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഒളുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്നുള്ള നെയ്യത്തോട് കൂടിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ മുൻകൈ കഴുകുക. എല്ലാ കാര്യങ്ങളും 3 തവണ ചെയ്യലും എല്ലാ കാര്യങ്ങളും 3 തവണ ചൊല്ലലും എല്ലാം സുന്നത്താണ്. അങ്ങനെ 3 തവണ നമ്മൾ മുൻകൈ കഴുകുന്നു. അതിനുശേഷം അടുത്തതായിട്ട് പല്ല് തേക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അപ്പൊ നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുത്തിട്ട് വലതു ഭാഗത്ത് നിന്ന് പല്ല് തേച്ച് തുടങ്ങലും ബിസ്മി ചൊല്ലലൊക്കെ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ പല്ല് തേച്ചതിന് ശേഷം പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യാം. അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളം വായിലേക്കും മൂക്കിലേക്കും കൂടെ കുറച്ച് വായിലേക്ക് ഇങ്ങനെ കയറ്റി വായിലിട്ട് നന്നായിട്ട് അത് കറക്കി തുപ്പിക്കളയാം. അതിന്റെ കൂടെ കുറച്ച് മൂക്കിലേക്കും കൂടെ കയറ്റുക. അല്ലാതെ വായിൽ കുറച്ച് വെള്ളം എടുക്കുക, പിന്നെ തുപ്പിക്കളഞ്ഞിട്ട് പിന്നെ മൂക്കിൽ കുറച്ച് വെള്ളം എടുത്താൽ തുപ്പിക്കളയാം, അങ്ങനെയും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 3 തവണ വായിൽ വെള്ളം എടുത്ത് തുപ്പിക്കളഞ്ഞു, പിന്നെ 3 തവണ മൂക്കിൽ കയറ്റി ചീറ്റി കളഞ്ഞു, അങ്ങനെയും പറ്റും. എങ്ങനെയാണെങ്കിലും പറ്റും. അപ്പൊ നമ്മളിപ്പോ സാധാരണ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഒരു കയ്യിലിങ്ങനെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വായിലേക്കും കുറച്ച് വെള്ളം മൂക്കിലേക്കും കൂടെ കയറ്റും. മൂക്കിലുള്ള ഇത് ഇടത് കൈ കൊണ്ട് ചീറ്റി കളയുന്നു, വായിലുള്ളത് നന്നായിട്ട് കറക്കി തുപ്പി കളയുന്നു. ഈ ഇടത് കൈ കൊണ്ട് തന്നെ മൂക്കിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അൽ ഹിക്മത്തു ഗുസ്ലുൽ കഫൈനി വൽ മദ്മദത്തി വൽ ഇസ്തിൻഷാഖി, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ കയറ്റി ചീറ്റുക, മുൻകൈ കഴുകുക, അതൊക്കെ സുന്നത്താക്കാനുള്ള ഒരു യുക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, തന്ത്രം
മഅരിഫത്തു ഔസാഫിൽ മാഇ, വെള്ളത്തിന്റെ വസ്ഫിനെ, വെള്ളത്തിന്റെ വിശേഷണങ്ങൾ, വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മിൻ ലൗനിൻ വ ത്വഅമിൻ വ റീഹിൻ, വെള്ളത്തിന്റെ രുചിയും മണവും നിറമൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. ഹൽ തഗയ്യറത് അംല, ഈ വെള്ളം നല്ല വെള്ളമാണോ അതോ പകർച്ചയായിട്ടുണ്ടോ എന്ന്. വഖാല ബഅ്ലുഹും, ഒരു കൂട്ടം പണ്ഡിതന്മാര് വുളൂഇനെ കുറിച്ച് പറയുന്നത് ശറഅ ഗസ്ലുൽ കഫൈനി, രണ്ട് മുൻകൈ കഴുകുക എന്നുള്ളത് ശറഅക്കിയത് ലിൽ അക്ലി മിൻ മുആദിൽ ജന്ന, സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈ കഴുകുന്നത്. വൽ മളുമലത്തി, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് ലി കലാമി റബ്ബിൽ ആലമീന, അള്ളാഹുവുമായിട്ടുള്ള ലോകരക്ഷിതാവായ അള്ളാഹുവുമായുള്ള സംസാരത്തിന് വേണ്ടിയിട്ടാണ്. വൽ ഇസ്തിൻഷാഖി ലി ശിമ്മി റവാഇഹിൽ ജന്ന, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് എന്തിനാണ്? സ്വർഗത്തിൽ നിന്നുള്ള പരിമളം നമുക്ക് ശ്വസിക്കാൻ, അത് മണക്കാൻ വേണ്ടിയിട്ടാണ്. വ ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകുന്നത് എന്തിനാണെന്ന് അറിയുമോ? ഇലാ വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ മുഖത്തേക്ക്, അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുഖം കഴുകുന്നത്. വ ഗസ്ലുൽ യദൈനി, രണ്ട് കൈകൾ കഴുകുന്നത് ലിൽ ലബ്സി സിവാരി ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ആഭരണങ്ങളും വളകളൊക്കെ നമ്മുടെ കയ്യിൽ ധരിക്കാൻ വേണ്ടിയിട്ടാണ്. വ മസ്ഹിർ റഅസി, തല തടവുന്നത് ലിൽ ലബ്സി താജി വൽ അകീലി ഫിഹ, സ്വർഗത്തിലുള്ള കിരീടങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തല തടവുന്നത്. അപ്പൊ ഈ തല തടവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തല തടവിയാലും ഫറല് വീടെന്ന് പറഞ്ഞിട്ട് തട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കിരീടം വെക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് കിരീടം വെക്കാനുള്ള തല നല്ല പോലെ തടവുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. വൽ ഉദ്നൈനി, രണ്ട് ചെവികൾ നമ്മൾ തടവുന്ന സമയത്ത് ലി സമാഇ കലാമി റബ്ബിൽ ആലമീന, അള്ളാഹുവിന്റെ കലാമ് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ സംസാരം. വ ഗസ്ലുർ റിജ്ലൈനി, രണ്ട് കാലുകൾ കഴുകുന്നത് ലിൽ മശീഫിൽ ജന്ന, സ്വർഗത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സ്വർഗത്തിലൂടെ നടക്കാനും അവിടുത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ നമ്മൾ ഒളു എടുക്കുന്നത്. ആ ഒളു എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണം, ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകുന്നത് എന്നുള്ള, സ്വർഗത്തിലുള്ള കിരീടം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ തല തടവുന്നത് എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു ചിന്ത, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വേണം എന്ന്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ നരകത്തിനെ തൊട്ടുള്ള കാവൽ ചോദിക്കുന്ന ദ്വാകളുമുണ്ട് ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ. വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇസ്ഖിനി മിൻ ഹൗളി നബിയിക കഅസൻ ലാ അളുമഉ ബഅദഹു അബദ, അള്ളാഹുവെ ഒരു തവണ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിൽ നിന്നും നീ എന്നെ കുടിപ്പിക്കണമേ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്ത് അല്ലാഹുമ്മ ലാ തഹ്രിംനി റായിഹത്ത നഈമിക വ ജന്നാതിക, അള്ളാഹുവെ നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ടും നിന്റെ സ്വർഗത്തിന്റെ പരിമളത്തെ തൊട്ടും നീ എന്നെ തടയല്ലേ അല്ലാഹ്. അവിടെ ചെന്ന് നമുക്ക് ശ്വസിക്കാൻ, ആ സ്വർഗത്തിന്റെ മണം മണക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് ചെയ്യട്ടെ. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് മുഖം കഴുകുക എന്നുള്ളതാണ്. അപ്പൊ മുഖം കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ രണ്ട് കൈയിലും വെള്ളം എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഈ വെള്ളം എടുത്ത് രണ്ട് കൈ കൊണ്ട് വെള്ളം എടുത്ത് മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങുക എന്നുള്ളത്, മുഖം കഴുകി തുടങ്ങുമ്പോൾ മുഖത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കഴുകി തുടങ്ങുക എന്നുള്ളതും വേറൊരു സുന്നത്താണ്. അപ്പൊ അതും കൂടി നമ്മൾ പാലിക്കുക. ആ സമയത്താണ് നമ്മൾ വുളൂഇന്റെ നെയ്യത്ത് വെക്കുന്നത്. വുളൂഇന്റെ നെയ്യത്ത് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? വുളൂ എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നതിന് വേണ്ടി വുളൂ ചെയ്യുന്നു. ഫറല് നിസ്കാരത്തെ ഹലാല. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവർ ചെയ്യുന്ന വുളൂഇന്റെ പ്രതിഫലം കൂടി നമുക്കും ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി സുന്നത്തുകളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.